ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കട്ട് ചെയ്ത് തയ്ക്കാൻ പോണത് ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇപ്പോഴത്തെ പുതിയ മോഡൽ ഫ്രോക്ക് നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോണത്. അത് ഞാൻ എങ്ങനെയെന്ന് കാണിച്ചത്. ഇത് 2.85 ഉള്ളൊരു ബിറ്റാണ്. 2.85 ഒരു ബിറ്റാണ് ഈ ഇട്ടേക്കണത്. അത് നമ്മളെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. 3 മീറ്ററിൻ്റെ തുണിയാണെങ്കിൽ നമുക്ക് അത്രയും കിട്ടും. പക്ഷേ ഇത് അളന്ന് നോക്കിയപ്പോൾ 2.85 ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇവിടെ താഴെ ഇവിടെ നിന്നൊരു 16 ഇഞ്ച് നമുക്ക് ആദ്യം മാറ്റാം. 16 ഇഞ്ച് 16 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 8 ഇഞ്ച് 16ൻ്റെ 2 പീസാക്കി മാറ്റി ഇത് മുറിഞ്ഞെടുക്കാനുള്ള ഫ്രില്ലിനുള്ളതാണ്. ഫ്രോക്കിൻ്റെ അതിനുള്ള തുണിയാണ് ഇത്. ഇനി നമുക്കിതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 8 ഇഞ്ച് വീതം 2 തുണ്ടായിട്ട് മാറ്റണം. നമുക്ക് ഫ്രോക്കിൻ്റെ അടി നമുക്ക് 2 ഇഞ്ച് കഴുത്തകലം, 2 ഇഞ്ച് കഴുത്തകലം, 5 ഇഞ്ച് ഷോൾഡർ കൂടിപ്പോയാൽ ഷോൾഡർ ഇറങ്ങി കിടന്നാൽ കൊള്ളില്ല. ഷോൾഡർ 5 മതി. 7 ഇഞ്ച് കൈക്കുഴി, 7 ഇഞ്ച് കൈക്കുഴി, 7 ഇഞ്ച് കഴുത്തിറക്കാം. ബാക്ക് 4, ഫ്രണ്ട് 6. അതിങ്ങനെ സ്ക്വയറായിട്ട് വരച്ചിട്ട് കോണ് മാത്രം ചരിച്ച് വിട്ടെടുത്താൽ വട്ടക്കഴുത്ത്. അതെല്ലാം കൈക്കുഴിക്ക് മാത്രം വരച്ചു കൊടുത്താൽ മതി. വണ്ണം 10.5, ഡബിൾ XL, ഡബിൾ XL, ട്രിപ്പിൾ XL ഇവർക്ക് 3 പേർക്ക് ഇടത്തക്ക ഇതാണ്. 11 ഇഞ്ച് വണ്ണം, 11 ഇഞ്ച് വണ്ണത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അതിനൊന്നില്ലെങ്കിൽ 10.5 ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ മോഡൽ 10.5 ഇടാം. 10.5 ഇട്ടാൽ ട്രിപ്പിൾ XLനും ഇടാം. അതാണ് ഈ നൈറ്റിയുടെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ നമ്മളെ ഉടുപ്പിൻ്റെ ഇറക്കം എന്ന് പറയണത് നമ്മൾ 11 ഇഞ്ച്, ഉടുപ്പിൻ്റെ ഇറക്കം 11 ഇഞ്ച്. ഈ ഉടുപ്പിൻ്റെ ഇറക്കം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പത്തര അടയാളപ്പെടുത്തി വയ്ക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ചരിച്ച് ഇവിടെ ചരിച്ചെടുത്താൽ മതി. പിന്നെ ഇവിടുത്തെ ഷോൾഡർ ഒരു 3/4 ഇഞ്ച് ഷോൾഡർ ചരിച്ച് വെക്കണം. കൈ എന്ന് പറയുമ്പം കൈയിറക്കം എത്ര കൈയെടുക്കാം? ഒരു 8 ഇഞ്ച് കൈ മതി. 8 ഇഞ്ച് കൈ ഇറക്കം മതി. 8 ഇഞ്ചാണ് കൈവണ്ണം 8 മതി. കൈവണ്ണം 8 ആണെങ്കിലും 5 ഇതിൻ്റെ ഇവിടെ നിന്ന് 8 ഇഞ്ചിൻ്റെ ഇങ്ങനെ വരച്ച് അപ്പോൾ നമ്മൾ ഇത്രയും കൈ ഇങ്ങനെ ഇതുവരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കൈയുടെ ബാക്കി ഭാഗം തയ്ക്കാനായിട്ട് നമ്മളത് ഈ പാവയുടെ അറ്റത്ത് തയ്ക്കണം. അതാണെങ്കിൽ നല്ല ലൂസ് കിട്ടുള്ളൂ. നമുക്ക് പിടുത്തമൊന്നും ഇല്ലാതെ ഇത്രയും തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 ഇഞ്ച് കൂടെ വേണം. 4 ഇഞ്ച് വേണമെങ്കിൽ
രണ്ടും മുകളിലോട്ട് 2 ഇഞ്ച് ഇങ്ങനെ എടുത്ത് താഴോട്ട് എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ ഒരു ചരിവ് ചരിച്ച് ഇങ്ങനെ വെട്ടണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് വെട്ടി കൊടുക്കണം. അപ്പം അത് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് കഴുത്ത് വെട്ടാവുള്ളൂ, ഫ്രണ്ട് കഴുത്ത് വെട്ടരുത്. എങ്കിൽ ബാക്കും ഫ്രണ്ടും ഒന്നുപോലെ ആയിപ്പോകും. ഇത് XL, XXL, XXL ആയിരിക്കും ഈ നൈറ്റി പാകമായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഈ നൈറ്റി ഇങ്ങനെ ഇറക്കി വെട്ടണോണ്ട് പിടിക്കില്ല. എന്നാൽ നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും, ലൂസാവുകയില്ല, ഇട്ടാൽ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ വെച്ച് തയ്ക്കും. ഇങ്ങനെ വെച്ചാണ് നമ്മൾ തയ്ക്കണം. അപ്പം ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങോട്ട് ഇത്രയും ഭാഗത്തും കൂടെ കൈ ഇറങ്ങും. അപ്പോൾ നല്ല ലൂസ് കിട്ടും. ഈ ബാക്കിയുള്ളത് നമ്മളിവിടെയാണ് ഇങ്ങനെ ഞൊറിഞ്ഞ് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്രണ്ട് കഴുത്ത് വെട്ടാം. കഴുത്ത് വെട്ടാം. കട്ടിങ് കഴിഞ്ഞ് ഇനി ഈ തുണ്ട് പീസിൽ നമുക്ക് ക്രോസ് വെട്ടാം. കഴുത്ത് തയ്ക്കുമ്പോൾ ക്രോസ് തന്നെ വെട്ടിയിടണം, അല്ലെങ്കിൽ കഴുത്തിന് പൊളച്ചിൽ വരും. അതുകൊണ്ട് ക്രോസ് പീസ് തന്നെ കഴുത്തിലത്തേക്ക് വെട്ടാവുള്ളൂ. വേറെ ഏതാണ്ട് ഈ തുണ്ടാക്കേണ്ട നേരാണ്, പക്ഷെ അത് വെട്ടിയിട്ട് കഴിഞ്ഞാൽ പൊളയും. ഇനി കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്ക് തയ്യലിലോട്ട് പോകാം. ഇനി നമുക്ക് ഫ്രില്ലിൻ്റെ തുണ്ടാണ്, ഈ 2 തുണ്ടിനെ ചേർത്ത് തയ്ക്കാം. ഇങ്ങനെ 2 എണ്ണം കൊണ്ട് ചേർത്ത് തയ്ക്കാം. ഒരു ഫ്രണ്ട് വശത്തേക്ക് 2 എണ്ണം, ബാക്ക് വശത്തേക്ക് 2 എണ്ണം ഉണ്ട്. ആ 8 ഇഞ്ച് കട്ട് ചെയ്തിട്ട് 4 തുണ്ടാണ് വരുന്നത്. ആ 4 തുണ്ടിൽ 2 തുണ്ടിനെ നമ്മൾ ഇങ്ങനെ ചേർത്ത് തയ്ക്കാം. ചേർത്ത് വെച്ച് തയ്ക്കുമ്പോൾ 2 തയ്യലും തയ്ച്ചോണം, തയ്യൽ പോകാതെ നമ്മൾ തയ്ച്ച് കൊടുക്കുന്ന നൈറ്റിക്ക് നമ്മളെ പേരെന്ന് പറയുന്നത് 2 തയ്യലാണ്. ഒരിക്കലും ഒരു കീറിയാലും തയ്യൽ പോകും. ഇനി ഈ തയ്ച്ച പീസ് നമ്മൾ ഈ പാവാട മേളുവശം കുടുക്ക് വയ്ക്കേണ്ടതിന് താഴ്വശത്താണ് പാവ തയ്ക്കേണ്ടത്, കീഴ്പ്പഴിക്ക് വയ്ക്കേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്യണം, 2ആയിട്ട് മാർക്ക് ചെയ്തോണ കാര്യം. ഇനി ചിലപ്പം ഒരുപാട് അടുത്തടുത്ത് ഞെറിയണവർക്ക് ചിലപ്പം തികയുകയില്ല. അത്ര ഇത്തിരി അകത്തി ഇട്ടാൽ മതി. ഇങ്ങനെ വെച്ച് നമ്മൾ ഞൊറിഞ്ഞെടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഞൊറിഞ്ഞെടുക്കണം. ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഞൊറിഞ്ഞെടുക്കണം. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ 2 തുണ്ട് ചേർത്ത് തയ്ച്ച് ഇതുപോലെ ഞൊറിഞ്ഞെടുക്കും.
ഇതുപോലെ അവിടെ ഞൊറി വെച്ച് കഴിഞ്ഞ് രണ്ട് തയ്യലും ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ തയ്ച്ച് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടിലും. ഇനി നമുക്ക് ഈ ഉടുപ്പിൽ പാവാടയിൽ ഈ ഇതിങ്ങനെ വെച്ച് തയ്ക്കാം. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തയ്ക്കണം. ഇങ്ങനെ തയ്ച്ച് തുടങ്ങണം. പാവാടയിൽ നടുക്കിൽ വെട്ടണം, ഉടുപ്പിലും നടുക്ക് വെട്ടണം. ബാക്കിയുള്ള തുണിയാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഞൊറിയെടുക്കണം. അതുപോലെ അപ്പുറത്തിട്ട് ഈ വെട്ടിൻ്റെ അപ്പുറത്തോട്ടുള്ളത് രണ്ടാഴ്ചത്തോട്ടം ഞൊറിയെടുക്കണം. വെച്ചോളാം. ഇതിൽ കറക്റ്റായി ഒരു പൊടിക്കോ ശകലമാണ്. രണ്ട് തയ്യൽ തച്ചോളണം. തയ്യലും രണ്ട് ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ തയ്ച്ചിട്ട് ഷോൾഡർ തയ്ക്കും. ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ പാവാട വെച്ച് കഴിഞ്ഞ് ഇനി ഷോൾഡർ തയ്ക്കാം. ഷോൾഡർ തയ്ക്കുന്നത് രണ്ടിൻ്റെയും നല്ല വശം ഒപ്പം വയ്ക്കണം. ഒപ്പം വെച്ച് ഷോൾഡർ രണ്ട് സൈഡും ഷോൾഡർ തയ്ച്ച് നമുക്ക് കൈ തയ്ക്കും. കൈ വെച്ച് കൊടുക്കും. അതിൻ്റെ കൈര അടുത്ത് വെട്ടി ആക്കി വെച്ച് നമ്മൾ വെച്ചോളാം. അങ്ങനെ വെച്ച് നടക്കുന്ന തുടങ്ങാം. രണ്ട് കൈ ഇങ്ങനെ അവിടെ തയ്ച്ച് ഉടകം തടക്കും. പാവാടയിൽ ഈ കൈ പാവാടയിൽ ഇറങ്ങി വന്നാലേ നല്ല ലൂസായിട്ട് ഇരിക്കുകയുള്ളൂ. ഡബിൾ എക്സൽ ആയിരിക്കും, പിടിക്കുകയൊന്നുമില്ല. നല്ല ഷേപ്പിന് കിട്ടും. ഈ വെട്ടി നല്ല ഷേപ്പായിട്ട് ഇനി ഇത് തച്ച് രണ്ട് തയ്യലും തച്ച് രണ്ട് വശവും തച്ചെടുക്കണം.
കൈ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് കഴുത്ത് തയ്ക്കാം. കഴുത്തിൽ വയ്ക്കേണ്ട തുണിയാണിത്. എല്ലാം നമ്മൾ ക്രോസായിട്ട് വെട്ടിയിരിക്കുന്നത്. ഇങ്ങനെ തുണ്ട് ചരിവ് കയറണത് ഈ ചരിച്ച് തന്നെ തയ്ക്കണം, അല്ലെങ്കിൽ ഇത് വെട്ടിക്കളഞ്ഞിട്ട് നൂത്ത് തയ്ക്കാൻ നോക്കരുത്. പിന്നെ ഇങ്ങനെ വരണത്, പിന്നെ രണ്ടിൻ്റെ നല്ല വശം ഇങ്ങനെ വയ്ക്കണം. ചരിച്ച് തയ്ച്ച് ഇങ്ങനെ 3 കിട്ടും. ഇങ്ങനെ വെച്ചാണ് തയ്ക്കുകയാണെങ്കിൽ അതാണ് നല്ല വലുവ്. ഇനി നമുക്ക് കഴുത്തിൽ വെച്ച് തയ്ക്കാം. രണ്ടിൻ്റെ നല്ല വശം ഒപ്പം വെച്ചാണ് തയ്ക്കേണ്ടത്. ഇനി നമുക്ക് സൈഡ് ചേർത്ത് തയ്ക്കാം. സൈഡും കുളുമ്പും കൂടെ തയ്ച്ചാൽ നമ്മളെ നൈറ്റി ഓക്കെ. രണ്ട് സൈഡും ചേർത്ത് വയ്ക്കാം. തുടക്കത്തിൽ തെറ്റടിച്ച് പോകണം. രണ്ട് തയ്യൽ തച്ചെടുക്കണം. രണ്ട് സൈഡും രണ്ട് സൈഡ് അടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഉളുമ്പടിക്കണം. ഉള്ളിൻ്റെ ഉളുമ്പും കൂടെ അടിച്ച് നമ്മൾ നൈറ്റിയിൽ പണി കഴിഞ്ഞു. പിന്നെ രണ്ട് മടക്ക്, ഒരു മടക്കും കൂടെ വെച്ച് പിന്നെ ഉളുമ്പ് മടക്കി തയ്ക്കണം. ഫ്രോക്ക് നൈറ്റി റെഡിയായി. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ നൈറ്റി റെഡിയായി. ഇതിൻ്റെ മറിച്ചിട്ട് ഫ്രോക്കിലെത്തി. എല്ലാവരും തയ്ച്ച് നോക്കണം, ശ്രമിച്ച് നോക്കുക.